നമസ്കാരം. പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട പോളിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രണ്ടാം ഘട്ട പശ്ചിമ ബംഗാളിലെ പോളിംഗ് കഴിയുന്നതോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളിംഗ് ഫലപ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരം ഫലങ്ങൾ പുറത്തു വന്നു തുടങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പശ്ചിമ ബംഗാളിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് ഫലങ്ങൾ വരാൻ വൈകും. കാരണം അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ഒന്നാം ഘട്ട പോളിംഗിൽ പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 93% വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ വലിയ തിരക്കാണ് പശ്ചിമ ബംഗാളിലെ ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും രണ്ടാം ഘട്ട പോളിംഗിൽ 90%എങ്കിലും പോളിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം കണക്കുകളെല്ലാം കൃത്യമായി അതിന്റെ കൃത്യമായ രേഖകൾ കിട്ടിയാൽ മാത്രമേ എക്സിറ്റ് പോൾ പശ്ചിമ ബംഗാളിലെ ഫലം പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് 6 മണി മുതൽ അല്ലെങ്കിൽ 6:30 മുതൽ പുറത്തു വന്നു തുടങ്ങും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ വീറോടുകൂടിയ വാശിയോടുകൂടി നടന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.0 ആവർത്തിച്ച് ഇടതുപക്ഷം തന്നെ ഭരണത്തിൽ വരും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ള CPM-ന്റെ നേതാക്കളും പ്രവർത്തകരും അണികളുമെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കിട്ടിയ 99 സീറ്റ് ഇക്കുറി കിട്ടും എന്നുള്ളത് യാതൊരു തരത്തിലും ഉറപ്പില്ല. 77 സീറ്റിൽ അല്ലെങ്കിൽ 73 സീറ്റ് കിട്ടിയിട്ടായാലും കേരളത്തിൽ തുടർഭരണം CPM-ന് ഉണ്ടാകും എന്നാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ കുറി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം AKG സെന്ററിൽ ചേർന്ന സംസ്ഥാന സമിതി CPM-ന്റെ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് MV ഗോവിന്ദൻ ഇങ്ങനെ പ്രതികരിച്ചത്. അതായത് ആദ്യ ഘട്ടത്തിലെല്ലാം വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി, വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി CPM തുടർഭരണത്തിൽ വരും, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM-ന് 3ാം ഭരണം ഉറപ്പ് എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം AKG സെന്ററിൽ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ 73 സീറ്റ് ഉറപ്പാക്കിക്കൊണ്ട് CPM വീണ്ടും തുടർഭരണത്തിൽ വരും എന്ന് MV ഗോവിന്ദൻ പറയുമ്പോൾ ആ പറച്ചിലിൽ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഇപ്പുറത്ത് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ പിണറായി വിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ, ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ നടന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM 8 നിലയിൽ പൊട്ടും എന്ന് തന്നെയാണ് പലരും പല സർവേകളിലും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 99-നും 102-നും ഇടയിൽ സീറ്റ് നേടിക്കൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നാണ് അത്തരം ചില സർവേകളിൽ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് 100-ലധികം സീറ്റ് നേടി UDF ഭരണത്തിൽ വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അഥവാ UDF-ന് ഇക്കുറി കേരളത്തിൽ ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നീട് താൻ ഉണ്ടാകില്ല, ഒരു രാഷ്ട്രീയ വനവാസം താൻ തെരഞ്ഞെടുക്കും എന്ന് VD സതീശനും വ്യക്തമാക്കിയിരിക്കുന്നു. ഒരു കാര്യം UDF ഉറപ്പിച്ചിരിക്കുന്നു, 102 വരെ, അതായത് 99 മുതൽ 102 വരെ സീറ്റ് നേടിക്കൊണ്ട് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും എന്നാണ് VD സതീശൻ അടക്കമുള്ള UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചത്. എന്നാൽ 77 സീറ്റ് അല്ലെങ്കിൽ 73 സീറ്റ് നേടി ഭൂരിപക്ഷം കുറഞ്ഞാലും ഇടതുപക്ഷം തന്നെ വീണ്ടും ഭരണം തുടരും, 3.0 ആവർത്തിക്കും, 3ാം വട്ടവും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഇടതുപക്ഷവും വാഗ്വാദങ്ങൾ നടത്തുന്നു, അവകാശവാദങ്ങൾ നടക്കുന്നു. ഇതിനിടയിലാണ് ഇന്ന് രണ്ടാം ഘട്ട പോളിംഗ് കഴിയുന്നതോടുകൂടി ഇന്ന് വൈകുന്നേരം 6:30 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും എന്നുള്ളത് പറയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായ കനകോലുവിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അവലോകനം കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയും ഏതാണ്ട് 102 മുതൽ 110 വരെ സീറ്റ് നേടി കോൺഗ്രസിൽ അധികാരത്തിൽ വരും എന്നാണ്, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരും എന്ന് കനകോലുവും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF വൻ മുന്നേറ്റം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
പിണറായി വിജയൻ അടക്കം ഒരു മന്ത്രിമാരും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അവരവരുടെ ഓഫീസുകളിലേക്ക് എത്തുന്നില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെയാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തമിഴ്നാട്ടിൽ കണ്ണ് ഓപ്പറേഷന് വേണ്ടി, കണ്ണിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനിടയിൽ 2 തവണ മന്ത്രിസഭ യോഗം ചേർന്നത് ഓൺലൈൻ വഴിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബി ശിവൻകുട്ടിയും പ്രസാദും അടക്കമുള്ള 2 മന്ത്രിമാർ മാത്രമാണ് ഇപ്പോൾ അവരുടെ മന്ത്രി ഓഫീസിൽ എത്തുന്നത് എന്നാണ്, സെക്രട്ടേറിയറ്റിലുള്ള ഓഫീസിൽ എത്തുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. അവർ തിരുവനന്തപുരം നിവാസികളായതിന്റെ പേരിലാണ് അവരെത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മന്ത്രിമാരെല്ലാവരും ഓഫീസിൽ എത്തുന്നില്ല. മാത്രമല്ല, ഔദ്യോഗിക വസതികളിലെല്ലാം അവർ ഒഴിഞ്ഞു പോകുന്നതിന്റെ തിരക്കുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ആലോചന യോഗങ്ങൾ നടക്കുന്നു. താമസിക്കുവാൻ പുതിയ വീടുകൾ അന്വേഷിക്കുന്നു. എന്തായാലും മന്ത്രിമന്ദിരങ്ങൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അവർ വീട് ഒഴിയാനുള്ള തിരക്കിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയിലേക്ക് പോയിരിക്കുന്നു. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയാലും മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അദ്ദേഹം തുടർ ചികിത്സയ്ക്ക് വേണ്ടി വീണ്ടും അമേരിക്കയിലേക്കൊക്കെ പോകും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ സൂചിപ്പിക്കുന്നത്. എന്താണ് നടക്കുക എന്നുള്ളത് അറിയില്ല. എന്തായാലും പല സർവേകളും സൂചിപ്പിക്കുന്നത് പോലെ LDF-ന് 3.0 ആവർത്തിച്ച് തുടർഭരണം കിട്ടാനുള്ള സാധ്യതയില്ല. UDF 99 മുതൽ 102 വരെ സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. എന്തായാലും വൈകുന്നേരം 6:30 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരും. ആരാണ് ഇക്കുറി കേരളം ഭരിക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടറിയാൻ സാധിക്കും. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ പറയുന്നത് പോലെ, അവരുടെ പ്രവചനങ്ങൾ പോലെ കേരളം ആ പക്ഷത്തേക്ക് തന്നെയാണോ നീങ്ങുന്നത്, ആ പ്രവചനം അനുസരിച്ചായിരിക്കും കേരളത്തിൽ ഭരണം വരിക എന്നുള്ളതെല്ലാം നമുക്ക് മെയ് 4-ാം തീയതി കണ്ടറിയാം. എന്തായാലും 6:30 ശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ള സൂചനകൾ നമുക്ക് കിട്ടിത്തുടങ്ങും 6:30 മുതൽ. എന്നാൽ UDF തന്നെ കേരളം പിടിച്ചടക്കും എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.